ഇത് നമ്മള് ഒരു വേരാണ്, യഥാർത്ഥത്തിൽ ഒരു വേരെടുത്ത് അത് ആ മോഡൽ ചെയ്ത് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചുള്ളതാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഒരു സ്റ്റാൻഡും അതിനു വേണ്ടി വെക്കാൻ വേണ്ടി കണ്ടില്ലേ, ആ വേരിനകത്ത് 2-3 ഇലകൾ വെച്ചിട്ട് അതിൽ ഫ്ലവർ വൈസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാം തേക്കാണ്. ഇത് ഒറിജിനൽ നല്ല തേക്കാണ്, തേക്കിന്റെ വേരുകളാണ്. ഇത് പിന്നെ മഹാഗണിയാണ്. തേക്കിന്റെ ഒറിജിനൽ കാതല, അതിനകത്തൊരു വെള്ള പോലും ഇല്ല. ഇത് ഒറിജിനൽ നല്ല തേക്കിന്റെ തടിയാണ്. ഇതെല്ലാം തേക്കിന്റെ വേരുകൾ വെച്ചുണ്ടാക്കിയ സ്റ്റാൻഡുകളാണ്. ചെയ്തു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തന്നെ നമ്മുടെ മനസ്സിൽ വന്നോണ്ടിരുന്നു. അങ്ങനെ അതനുസരിച്ച് ചെയ്തോണ്ടിരുന്നു. ഇതിപ്പോ ഈ കാണുന്നത് ടീപ്പോ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ വേരുകൾ തേക്കിന്റെയാണ്. അപ്പൊ ഇത് നമ്മളെ പ്ലാവിന്റെ അടി ഒരു ഡിസൈനായിട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളു. ഇത് പിന്നെ മുള വെച്ചാണ് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നല്ല ഉറപ്പോടെ ഏകദേശം ഇതൊക്കെ ചെയ്തു വരുമ്പോ ഇതാണ്ട് എനിക്ക് ഒരാഴ്ചയും മേലിലൊക്കെ കംപ്ലീറ്റ് സമയം എടുക്കുന്നുണ്ട്. ഈ ടീപ്പോയി അത് തന്നെ. ഇത് നല്ല പഴക്കമുള്ള വേരാണ്. നിങ്ങൾ ആരും വിചാരിക്കുന്നത് നല്ല എന്റെ ഒരു വരുമാനത്തിന്റെ ഒരു മാർഗമാണ് ഇതൊക്കെ. അപ്പൊ ഈ വേരൊക്കെ തന്നെ തേക്കിന്റെ ഞാൻ ഈ കളർ ഇത് കൊടുത്തേക്കുന്നതേ ഉള്ളു. എല്ലാം നല്ല ഭംഗിയായിട്ടേ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു നശിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. നല്ല വെയിറ്റുമാണ്, നല്ല വെയിറ്റും ഉള്ള സാധനമാണ്. ഇത് കണക്കുന്ന ഇല പോലെ ഇതൊരു കാട്ടുമുള്ളിന്റെ ഒരു നല്ലൊരു വേരാണ്. ഇത് നല്ല കാതല, അതിന്റെ കാതലാണ് ഇത്. യഥാർത്ഥത്തിൽ അതിന്റെ കാതലാണ്. പലകയൊക്കെ പിന്നെ വേറെ നമ്മുടെ തടിയാണ്, പ്ലാവിന്റെ തടി. അടുത്ത ഇത് കണക്ക് തന്നെ ഈ ടീപ്പോളൊക്കെ ഒരേ മോഡലെങ്കിലും ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ഇതും എല്ലാം ഈ പീസുകളെല്ലാം തേക്കിന്റെ വേരുകൾ വെച്ച് ചെയ്തതാണ്. ഒരു വള്ളത്തിന്റെ ഒരു മോഡലാണ് ഞാൻ അത് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഒരു വള്ളത്തിന്റെ ഒരു കൊമ്പും അതൊക്കെ വെച്ചാണ് ചെയ്ത് കാണിച്ചത്. ചിരട്ടയുടെ ഇത് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചീലാന്തിയുടെ പേരാണ്. ചീലാന്തി പൂവരശന്റെ പേരാണ്. ഇതൊക്കെ ഇതൊക്കെ അടുത്ത് നമുക്ക് തന്നെ ഇവിടെ ചെയ്ത പൂവരശൊക്കെ ഉണ്ട്. പിന്നെ ഈ വേരുകളൊക്കെ നമ്മൾ ഇവിടെ കമ്പനിയിൽ ഇവിടെ ഓരോ വേരുകളൊക്കെ എടുക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ മഹാഗണിയാണ്. മഹാഗണിയുടെ പേരാ ഇത്. അതിന്റെ കാതല, അതിനകത്തൊരു വെള്ളം പോലും ഇല്ല. ബാക്കി അതിന്റെ മേളിൽ കൊടുത്തേക്കുന്ന എല്ലാം പീസുകൾ നമ്മുടെ പ്ലാവിന്റെയും ഈ ചീലാന്തിയുടെ ഒക്കെ പീസുകൾ. ഇത് ഫുള്ള് പ്ലാവാണ്, കംപ്ലീറ്റ് പ്ലാവിന്റെയാണ്. പ്ലാവിന്റെ കംപ്ലീറ്റ് കാതൽ വെച്ച് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഒരു വീടുകളിൽ നമ്മൾ ഒതുങ്ങി അങ്ങ് കിടക്കും. അതിലാണ് ഇത്ര വലുപ്പത്തിൽ, ഒരു ചെറിയൊരു വലുപ്പത്തിൽ അത് തന്നെ തടിപ്പണി ഇദ്ദേഹം പഠിച്ചിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ മനസ്സിന്റെ ഐഡിയയില് തോന്നിയതെല്ലാം ചെയ്യുന്നു കംപ്ലീറ്റ്. അപ്പൊ ഇത് നേരത്തെ തൊട്ട് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ ഇത്ര കലാപരമായിട്ടൊന്നും ഇപ്പോഴാണ് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. തേക്കിന്റെയാണ് പേര്. നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്യുന്നതിൽ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. നല്ല വൃത്തിയായിട്ടാണ് ചേട്ടൻ ചെയ്തേക്കുന്നത്. എല്ലാം ഒരുപാട് മെഷീനറി ഒന്നും ഇല്ല, നമ്മൾ കൂടുതലും കൈ കൊണ്ടാണ് എല്ലാം. പോളിഷും കാര്യങ്ങളും എല്ലാം കൈ കൊണ്ടാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ, നേരത്തെ കണ്ട ആ ഫർണിച്ചറുകളെല്ലാം ജനിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന വേരുകളിൽ നിന്നാണ് കേട്ടോ. ഈ വേരിനെയാണ് ഇദ്ദേഹം അത്ര ഭംഗിയുള്ള കലാവിരുതുകളാക്കി മാറ്റുന്നത്. ഇതൊക്കെ ചെടി വയ്ക്കാനായിട്ട് ഈ സ്റ്റാൻഡുകളൊക്കെ ഞാനിത് പിന്നെ ചെയ്യുന്നെങ്കിലും ആളുകൾക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ തന്നെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ചെവിട് വെച്ചുണ്ടാക്കിയതാണ്. ഇത് പ്ലാസ്റ്റിക് കുപ്പിയുടെ ചെവിട് ഭാഗം കട്ട് ചെയ്ത് ചെയ്തതാണ്. അതിന്റെ അടപ്പ് ഭാഗമാണ് ഈ മാല പോലെ ഉപയോഗിച്ചേക്കുന്നത്. ഓഹോ, അങ്ങനെ പൂക്കളൊക്കെ അതേപോലെ ഞാൻ ഇത് ചെയ്തതാണ്. പ്ലാസ്റ്റിക് കുപ്പി തന്നെ ഇതെല്ലാം ചെയ്തതാണ്. ഈ കാണുന്ന പൂക്കളെല്ലാം അതൊന്നും ഇത് നമുക്ക് ഏതെങ്കിലും പിന്നെ ചട്ടിയിലൊക്കെ വരുന്ന ചെടികളൊക്കെ ഇതിന്റെ മേളിൽ വെക്കാം. അതൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാം നല്ല രീതിയിൽ. മേളിലൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉള്ള ലൈറ്റ് ഫിറ്റ് ചെയ്തേക്കുന്നുണ്ട്. ലൈറ്റ് ഇല്ലാതെ ഉണ്ട്. ലാമ്പ് ചെയ്തേക്കണ കലാവിരുതാണ്. ഈ TV സ്റ്റാൻഡ് തന്നെ ആണല്ലേ, ഭയങ്കര ഹെവിയാണത്. ഹെവി സ്റ്റാൻഡാണ്, നല്ല വലിയ പേരാണ് ചെയ്തു വെച്ചേക്കുന്നത്. കണ്ടില്ലേ, അത്ര സ്ട്രോങ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് ഈ സാധനങ്ങൾ ടീപ്പോ ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ എന്നെ പിന്നെ ബന്ധപ്പെട്ട. ഇത് കൊറിയറായിട്ട് തരാൻ പാടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കൊറിയറായിട്ട് കൊടുത്തത് അവിടെ ചെല്ലുമ്പോൾ ഇത് ചീത്തയായി അവർക്ക് കിട്ടുന്നത്. നിങ്ങൾ വണ്ടിയായിട്ട് വന്നാൽ ഇത് ഞാൻ അതിൻ്റെതായ മാന്യമായിട്ടുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് തരാം.